നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 93. ജയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി മീനു പെട്ടെന്ന് തന്നെ മുറിയിലെത്തി. അപ്പോഴും തളർന്നിരിക്കുകയായിരുന്നു ജയ്. ആ, ഇതുവരെ മാറിയില്ലേ നിന്റെ തളർച്ച? ദാ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചേ, അപ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയാവും. ജ്യൂസ് ഗ്ലാസ് ജയ്ക്ക് നേരെ നീട്ടിയിട്ട് മീനു പറഞ്ഞു. എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ബോഡി വല്ലാണ്ട് വീക്കായതുപോലെ തോന്നി. ആ, അത് നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതല്ലേ ഞാൻ ചോദിച്ചത്. നീ ഒരു ലോല ഹൃദയന അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള ഒരു ഇതുപോലും നിനക്കില്ല. ആ, എന്താ ചെയ്യുക. ആ, അത് കുഴപ്പമില്ല, ജ്യൂസ് കുടിക്കും, അപ്പോഴേക്കും ഒന്ന് ശരിയാവും. അവൾ നീട്ടിയ ജ്യൂസ് ജയ് വാങ്ങി ഒറ്റ വലിക്കങ്ങ് കുടിച്ചു തീർത്തു. അവൻ അത്രത്തോളം ദാഹിച്ചിരുന്നതുപോലെ. ശരീരം അത്രത്തോളം അവനെ തളർത്തിയിരുന്നു. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ, ഈ അവസ്ഥയിൽ പോകാനും ഒന്നും മിണ്ടാതിരുന്നേ. ഏയ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഈ അവസ്ഥയിൽ എന്തായാലും പോകാൻ പറ്റില്ല. കുറച്ച് സമയം കഴിഞ്ഞ് പോകുന്നേ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. അല്ലാതെ ഞാൻ ഷോപ്പിൽ പറയാതെയാണ് വന്നത്, ഇപ്പോൾ അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. എന്തായാലും ഞാൻ പോവാണ്, എനിക്ക് കുഴപ്പമില്ല. എന്തായാലും ഒരു കുറച്ച് സമയമെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം, മതിയോ? അയ്യോ, അതൊന്നും വേണ്ട. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുക, ഇവിടെ കിടക്ക്. അയ്യോ വേണ്ട, ഞാൻ പോവാണ്, എനിക്കിപ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്നെന്തോ ചെറിയൊരു ഇതുപോലെ അതങ്ങ് മാറിക്കിട്ടി, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ പോവാണ്. അതെ, ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കല്ലേ. ഒരു ഡോക്ടർക്ക് രോഗിയെ കണ്ടാൽ മനസ്സിലാവും, അതിന് ഞാൻ രോഗിയല്ലല്ലോ. അയ്യോ, ഒരാളെ കണ്ടാൽ മനസ്സിലാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, എനിക്ക് കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഓക്കെ ആയി. പെട്ടെന്ന് എന്തോ പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം കിട്ടിയെന്ന് നിനക്കറിയാവോ? വല്ലാത്തൊരാശ്വാസമുണ്ടാ. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ഭാരം ഇറക്കി വെച്ചതിൻ്റെ ഒരു സുഖം ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. താങ്ക് യു. കേൾക്കാൻ നീ തയ്യാറായതുകൊണ്ടാണ്, നിന്നെനിക്ക് അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞത്. എന്നെ ചതിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ വീട്ടിലുള്ളവരാരും അറിയരുത്. നീ വാക്ക് തെറ്റിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. മീനു ജയ്യുടെ മുഖം നോക്കി പറഞ്ഞു. എന്നെ വിശ്വസിക്കാം, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ നാവിൽ നിന്ന് മറ്റൊരാൾ അറിയില്ല, അതുറപ്പാണ്. എന്തായാലും നിനക്ക് ആശ്വാസമായല്ലോ, അത് മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് കഴിഞ്ഞു പോയാൽ പോരെ? പറ്റില്ല, പോയേ പറ്റുള്ളൂ. അപ്പോഴേക്കും മുറിയിലേക്ക് അമ്മ എത്തി. മോൻ പോയില്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ? ജയ്യെ കണ്ടതോടെ അമ്മ ചോദിച്ചു. ഞാൻ ഇറങ്ങാനിരിക്കുകയായിരുന്നു, ഇവളോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ജയ് അമ്മയെ നോക്കി പറഞ്ഞു. അത് കുഴപ്പമില്ല മോനെ, ഞാൻ ഇവള് ഏതവസ്ഥയിലാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അമ്മയോടിപ്പോഴും ദേഷ്യമുണ്ടോ മോളെ? മീനുവിനോടായി അമ്മ ചോദിച്ചു. ഞാൻ കരുതിയത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണുന്ന. എനിക്ക് ദേഷ്യമൊന്നുമല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകൾ ഇനിയെങ്കിലും പറയാതിരുന്നാൽ മതി, അല്ലേടാ? ജയ്യെ നോക്കി മീനു അമ്മയോട് ചോദിച്ചു. ഞാനത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളൊന്നും വെറുതെ പറയാൻ നിൽക്കരുതെന്ന്. അത് പേടിക്കണ്ട മീനു,
ഇനി അമ്മയുടെ ഭാഗത്തു നിന്ന് നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളൊന്നും ഉണ്ടാവില്ല. അല്ലേ അമ്മ? ജയ് അമ്മയോട് ചോദിച്ചു. അതെ, നിന്റെ പഴയ കാലത്തെക്കുറിച്ച് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കില്ല, അത് ഉറപ്പാ. മീനുവിനെ നോക്കി അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞത് മോക്ക് നല്ല വിഷമമായല്ലേ? അവളുടെ മുഖത്തേക്ക് തൻ്റെ കൈകൾ വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ഏയ് കുഴപ്പമില്ലമ്മ, അത് കഴിഞ്ഞില്ലേ, വിട്ടേക്ക്. അമ്മയുടെ കൈ തൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് അവൾ മറുപടി പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ സംസാരിക്ക്, ഞാൻ എന്തായാലും ഇറങ്ങാണ്. ഇതും പറഞ്ഞ് ജയ് മുറി വിട്ടിറങ്ങി. ഏയ് പോവല്ലേ, ഒരു മിനിറ്റ്. പോവാനൊരുങ്ങിയ ജയ്യെ പുറകിൽ നിന്ന് വിളിച്ചു മീനു. എന്താ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞ് പോവാന്ന്. അല്ല, എനിക്ക് പോവണം, അതുകൊണ്ടാ. എന്താ ഇത്ര ധൃതി? കുറച്ച് കഴിഞ്ഞ് പോയാലെന്താ? അവളുടെ ആ ചോദ്യം അമ്മയ്ക്ക് മുന്നിലായപ്പോൾ ജയ്ക്ക് കാര്യം കുറച്ചുകൂടി മനസ്സിലായി. അമ്മ മുഖത്ത് നോക്കി ചിരിക്കുന്നതും ജയ് ശ്രദ്ധിച്ചു. അതെ, ഞാനേ മുതലാളിയല്ല, തൊഴിലാളിയാ. മുതലാളിമാർക്ക് തോന്നിയ സമയത്ത് പോവാം, തോന്നിയ സമയത്ത് വരാം. അതുപോലെയല്ല തൊഴിലാളികൾക്ക്. കറക്റ്റ് സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങാണ്. മീനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ജയ് പറഞ്ഞു. എന്താടാ ഇത്, നിൻ്റെ ഒരു ജോലി? വേണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം ജോലി. നിനക്ക് ആ ഷോപ്പിൻ്റെ മുതലാളിയാവണോ? അതും ശരിയാക്കി തരാം. അതിൻ്റെ കാര്യവും പറഞ്ഞ് പെട്ടെന്ന് പോവല്ലേ, കുറച്ച് കഴിഞ്ഞ് പോകുന്നേ. അവളുടെ കൊഞ്ചലുള്ള സംസാരം. ജയ് വീണ്ടും അമ്മയെ നോക്കി. അമ്മയുടെ മുഖത്ത് ഇപ്പോഴും അതേ ചിരിയുണ്ട്. എൻ്റെ മീനു, ഈ അമ്മയെ കാണിക്കാൻ വേണ്ടി ഇത്രയ്ക്കങ്ങ് കൊഞ്ചല്ലേ എന്നവൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ ശരി അമ്മ, ഇറങ്ങാണ്, എനിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല. അമ്മയോട് യാത്ര പറഞ്ഞു മീനുവിനെ നോക്കി അവൻ പറഞ്ഞു. എനിക്ക് പോയേ പറ്റുള്ളൂ. മോള് പറയാനുള്ളതൊക്കെ അമ്മയോട് പറയും, അമ്മയും മോളും ഇരുന്ന് സംസാരിക്കും. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി. ഡാ, മീനു പുറകെ തന്നെ ചെന്നു. എന്താടാ ഇത്? ഒന്ന് ആശ്വസിപ്പിച്ച് കുറച്ച് സമയമെങ്കിലും ഒന്നിരുന്നൂടെ? ആശ്വാസം കിട്ടിയില്ലേ, ഇനി വെറുതെ ഇരുന്ന് എൻ്റെ സമയം കളയണ്ടല്ലോ. എനിക്കൊരുപാട് പറയാനുണ്ടായിരുന്നു നിന്നോട്. മീനു ജയ്യുടെ മുഖം നോക്കി പറഞ്ഞു. അതിനെന്താ, പറയാലോ, ഇനിയും സമയമുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും പറയാം, കേൾക്കാൻ ഞാൻ ഉണ്ടാവും എപ്പോഴായാലും. നിനക്ക് സംസാരിക്കണം തോന്നുമ്പോഴൊക്കെ നീ വിളിച്ചോ, ഞാൻ സംസാരിക്കും, പോരെ? ഉറപ്പാണോ? ഉറപ്പ്. പക്ഷേ ജോലിക്കിടയിലൊന്നും വിളിച്ച് സംസാരിക്കണമെന്ന് വാശി പിടിച്ചേക്കരുത്, നടക്കില്ല. എനിക്ക് ജോലി ചെയ്യണം. പിന്നെ എപ്പോഴാ ഈ ജോലി മതിയാക്കി എവിടെയെങ്കിലും വെറുതെ ഇരിക്കുക? അതായത് വെറുതെ ഇരിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിലുണ്ടാവും, അതെപ്പോഴാന്ന് എനിക്ക് അറിയില്ലല്ലോ. അതെപ്പോഴാ? ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നീ വിളിച്ചോ, ഞാൻ സംസാരിക്കാം. ഓക്കെ, അപ്പം നീ ജോലി കഴിഞ്ഞ് എത്ര മണിക്കാണ് വീട്ടിലെത്താം? ഒരു 9:30 ആകുമ്പോഴേക്കും എത്തും. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി 9:30 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും. അല്ല, ഇങ്ങോട്ട് വരുന്നോ? മീനു അല്പം തല താഴ്ത്തി ചോദിച്ചു. ഇങ്ങോട്ടോ? ഇങ്ങോട്ട്? ഇവിടേക്ക്? ഏയ്, ഞാൻ വരുന്നില്ല. എന്തിന്? അല്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് നിർബന്ധമുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ തന്നെ വരണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്, ജയ് മീനുവിനോടായി പറഞ്ഞു. അവളുടെ മുഖം പെട്ടെന്ന് തന്നെ വാടി. അയ്യോ പ്ലീസ്, വേണ്ട, മുഖം വാടണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ വരാനേ പറ്റത്തുള്ളൂ. തനിക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഉണ്ടാവും. താൻ വിളിച്ചോ, ഞാൻ സംസാരിക്കാം. ഓക്കെ? പറഞ്ഞു കഴിയുമ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ആ ആശ്വാസം തരാൻ ഞാനുണ്ടാവും, പോരെ? ഇനി നിന്നാൽ ശരിയാവത്തില്ല.
അല്ല ഹലോ ഒരു മിനിറ്റ്. എന്താ? അതെ, വിളിച്ചോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിളിക്കും കേട്ടോ. ഹാ, വിളിച്ചോന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അങ്ങനെയല്ല, പിന്നെ ഒരു ശല്യമായി, ഒന്ന് ഫോൺ വയ്ക്ക് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല, പറയില്ല. പോരെ? മതി. ബൈ. അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ബൈ പറഞ്ഞു. ബൈ, എന്നാൽ ശരി, കാണാം. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോകുന്നതും നോക്കി അവൾ നിന്നു. ജയ് പോകുന്നതും നോക്കി നിൽക്കുന്ന മീനുവിൻ്റെ അടുത്ത് അമ്മ എത്തി. പോയോ? അമ്മ ചോദിച്ചു. ആ, പോയല്ലോ. ഒരു പാവം കൊച്ച് അല്ലേ? മീനുവിനോടായി അമ്മ ചോദിച്ചു. സത്യം, പാവം, പഞ്ചപാവം, ഒരു ലോലഹൃദയൻ. മറ്റുള്ളവരുടെ വേദന പറയാതെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവൻ. ദൈവം വീണ്ടും എനിക്കൊരു അവസരം തന്നു അവനിലൂടെ, മീനു അമ്മയോടായി പറഞ്ഞു. മനസ്സിലായില്ല. മീനുവിൻ്റെ വാക്കുകൾ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏയ്, അതമ്മയ്ക്ക് മനസ്സിലാവില്ല, അതങ്ങനെയാ. ഇതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി. മുകളിൽ മുറിയിലെത്തിയ മീനു ദൈവത്തിൻ്റെ മുന്നിൽ ഒരുന്നു പ്രാർത്ഥിച്ചു. എൻ്റെ വിശ്വാസം പലപ്പോഴായി നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പലതവണ ഇനി ദൈവത്തെ വിശ്വസിക്കില്ല എന്നൊരു തീരുമാനം വരെ എടുത്തിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നല്ല വിശ്വാസമാണ്. കാരണം ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച എല്ലാ വേദനയ്ക്കുള്ള ഉത്തരമാണവൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ എനിക്കിനി തരില്ലല്ലോ. എനിക്ക് നിന്നോട് നന്ദി പറയാൻ അത്രത്തോളം ഉണ്ട്, അവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നതിന്. ഞാൻ പറയാതെ എൻ്റെ വേദനകൾ മനസ്സിലാക്കുന്നവനാ. ഞാൻ കരയുമ്പോൾ അത് താങ്ങാൻ പറ്റാത്തവനാ. അത്രത്തോളം അവനെന്നെ സ്നേഹിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി ഞാൻ കൊതിച്ച സ്നേഹം, ആ പരിഗണന, ആ ബഹുമാനം ഒക്കെ എനിക്ക് അവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. എനിക്കും ജീവിക്കണം. ഈ ലോകത്ത് പ്രണയിച്ച് തന്നെ, പ്രണയത്തിൻ്റെ സുഖമറിഞ്ഞ് തന്നെ, എന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിക്കണം. മീനു ദൈവത്തിൻ്റെ മുന്നിൽ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും പങ്കുവച്ചു. ഇനി എല്ലാത്തിനും നീ കൂടെ ഉണ്ടാവണേ എന്നുകൂടി അവൾ ദൈവത്തോടായി തൻ്റെ അപേക്ഷയും സമർപ്പിച്ചു. അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. സൂപ്പർ മാർക്കറ്റിലെത്തിയ ജയ്യെ കാത്ത് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഡെലിവറി അഡ്രസ്സ് കണ്ട് ജയ് ഞെട്ടി. എൻ്റെ പൊന്നെ, ഇത്രയും ദൂരോ? ഇത്രയും ദൂരത്തേക്ക് ആരാടാ ഡെലിവറി തരുന്നത്? അഡ്രസ്സ് നോക്കിക്കൊണ്ട് ജയ് അഖിലിനോട് ചോദിച്ചു. നോക്കട്ടെ, ശരിയാണല്ലോ. അവിടെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റില്ലേ ഇവിടുന്ന് ഡെലിവറി ചെയ്യാൻ? ആന്നേ, ഇത്രയും ദൂരത്തേക്ക് ഏതവളാ ഡെലിവറി ചെയ്യുന്നത്? ഇനി അഡ്രസ്സ് മാറിക്കാണോ? നീ ചോദിച്ചു നോക്ക്, ചിലപ്പോൾ അഡ്രസ്സ് മാറിയതായിരിക്കും. എന്തായാലും ജയ്
മുതലാളിയുടെ മുന്നിലെത്തി. "ആ, ആ, ഏട്ടാ, ഈ അഡ്രസ്സ് മാറിയതാണോ?" "അഡ്രസ്സ് മാറിയതോ? അല്ല, ഇത്രയും ദൂരം ഡെലിവറിയൊക്കെ?" "ആ, അത് അഡ്രസ്സ് മാറിയതൊന്നുമല്ല. അവിടെ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാ. അവിടെ തന്നെ ചെയ്താൽ മതി. അഡ്രസ്സൊക്കെ കറക്റ്റാണ്." "അല്ല, അവിടെ അടുത്തൊന്നും സൂപ്പർ മാർക്കറ്റ് ഇല്ലേ? ഇത്രയും ദൂരമൊക്കെ?" "ഹാ, നിന്നോട് പറഞ്ഞ പണി നിനക്ക് ചെയ്താൽ പോരെ? ഇങ്ങോട്ട് ചോദ്യം വേണോ?" മുതലാളി ജയ്യെ ഒന്ന് നോക്കി. "ആ, സോറി ഏട്ടാ. എന്നാ നീ കൊണ്ടുകൊടുത്ത് പെട്ടെന്ന് വാ." "ഇത്രയും ദൂരം പോയി എങ്ങനെയാ പെട്ടെന്ന് വരിക?" ജയ് അയാളോടായി ചോദിച്ചു. "ആ, കുഴപ്പമില്ല. നീ ഡെലിവറി ചെയ്തിട്ടിങ്ങ് വാ, അത്രയേ ഉള്ളൂ." "ആ, ശരി." അവൻ ഡെലിവറിക്കുള്ള സാധനങ്ങളും എടുത്ത് ഇറങ്ങി. ജയ്യുടെ ഈ യാത്ര ജയ്യെ തേടിയെത്തുന്ന കുരുക്കാവുമോ? ഇത്രയും ദൂരത്തേക്കുള്ള ഈ ഡെലിവറി ജയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കെണിയായിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത ഭാഗം അറിയാൻ ആഗ്രഹിക്കുന്നവർ കൂടെ കൂടുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഥ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.